ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു KFC സ്റ്റൈലിലുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, പുറമേക്ക് നല്ല ക്രിസ്പിയും, ആ ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പുറമേക്ക് നല്ല ക്രിസ്പിയും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചെറിയൊരു സ്പൈസിനോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി KFC സ്റ്റൈലിലുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാവും ഒന്നുകൂടെ നല്ലത്. എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ശരിക്കും വാർന്നതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ചെറിയ രീതിയിലൊരു സ്പൈസി ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായപ്പോൾ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ചേർക്കുന്നത്. അതൊരു 1/4 കപ്പ്. അതുപോലെ ഒരു 5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് പിന്നെ ഓട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ചെറിയൊരു സ്പൈസിനെസ് ഫീൽ ചെയ്യണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വൈറ്റ് പെപ്പർ പൗഡർ. നമ്മൾ ബ്രോസ്റ്റിലേക്കൊക്കെ വൈറ്റ് കളറിലുള്ള പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു നുള്ളു ഉപ്പ്. അപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്, ഉപ്പ് കൂടി പോകരുത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കമ്പൈൻ ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കനൊക്കെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലും 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നല്ല രീതിയിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ട അതിൽ ആ ഒരു പാലിൽ മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ആ ഒരു എഗ്ഗ് മിക്സ്ചറിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ പുറമേ ഉള്ള ഒരു കോട്ടിങ് നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു എഗ്ഗ് മിക്സിൽ തന്നെ വീണ്ടും ഡിപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ ഒരു മൈദ എല്ലാം ഉള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വീണ്ടും കോട്ട് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ 2 തവണ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഒരു പുറം ഭാഗത്ത് നല്ലൊരു, നമ്മൾ ബ്രോസ്റ്റ് കഴിക്കുമ്പോൾ കണ്ടില്ലേ ഒരു പുറം ഭാഗത്ത് നല്ല തൊലി പോലെ ഇരിക്കുന്നത്, ആ രീതിയിൽ കിട്ടാനും ഒക്കെ നല്ല ക്രിസ്പിനെസ്സോട് കൂടെ കിട്ടാനും അങ്ങനെ 2 ഡബിൾ കോട്ടിങ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തതിന് ശേഷം ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഈ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമ്മൾ ചിക്കന് അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓയിലിട്ട ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഓയിലിൽ നിന്ന് കോരാനാവുന്ന സമയത്ത്, ഇതുപോലെ എടുക്കാനാവുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്തും അതുപോലെ ഓയിലിൽ നിന്ന് കോരി എടുക്കുന്ന സമയത്തും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കന് ഒരു ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചൂടോടെ കൂടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുബൂസും മയണൈസൊക്കെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കേണ്ട കേട്ടോ. വേണമെന്നൊക്കെ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. ബ്രോസ്റ്റഡ് എന്ന് കംപ്ലീറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, KFC സ്റ്റൈലിലുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്